2 years of pain, physical, emotional, destruction behind that one post. എന്നെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാള് അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയാ? Who is going to talk about it? Some conversation will happen and it will trigger my anxiety. I'll throw up and I lost so much weight. Like Madonna told, no, I lost so much weight. I was crying every single night. I'm not waiting for anyone's validation, Chichi, at this point. I'm not. I know I'm true. The last time I sat with you for an interview, I had a panic attack outside. Text what is it that triggered that panic attack? Okay, I am with ധന്യ വർമ്മ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അനുപമ പരമേശ്വരൻ്റെ. ഓക്കെ, അതിന് സംസാരിക്കാൻ മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ധ്രുവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മൊത്തം, ധ്രുവും അനുപമയും. ഇതിപ്പം കഴിഞ്ഞ ഒരു 3-4 ആഴ്ച കൊണ്ട് ഇവിടെ അല്ല, അങ്ങ് പുറത്ത്, അങ്ങ് തമിഴ്നാട്ടിലും അങ്ങ് തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ അങ്ങ് ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവരെ സോഷ്യൽ മീഡിയയിലോ എവിടെയോ ഒന്നും എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഇവരുടെ റിലേഷൻഷിപ്പ് ആണെന്നും ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ധ്രുവ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്യാപ്ഷൻ കൊടുക്കും, ആ ക്യാപ്ഷൻ്റെ പാതി മാത്രമേ കൊടുക്കത്തുള്ളൂ. അതേ ലൊക്കേഷനിൽ വെച്ച് തന്നെ നമ്മുടെ അനുപമ ഒരു പോസ്റ്റ് ഇടും, ബാക്കി ക്യാപ്ഷൻ പുള്ളി കൊടുക്കും. അവർ സോഷ്യൽ മീഡിയ വന്നിട്ടൊന്നും പറയത്തുമില്ല, പക്ഷേ ചില ഇന്ത്യകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയത്തില്ല. അതുപോലത്തെ നിൽക്കുക, ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് വെച്ചുതരാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കാം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഓക്കെ, പുള്ളിയുടെ ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അവർ തമിഴ്നാട്ടുകാർക്ക് അത് നല്ല രീതി അറിയാം, അവർ നല്ല രീതി അത് ഓരോ വീഡിയോസിലും അത് ഫ്ലെക്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോ കാര്യം എഡിറ്റിംഗ് ആണെങ്കിൽ പോലും. ഓക്കെ, പിന്നെ ഇവരിഷ്ടമെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം. കണ്ടോ, അനുപമയുടെ എല്ലാം കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം അതിനകത്തെ ഇന്റർവ്യൂ വന്നതിന് ശേഷം പുള്ളി ഒരു ഫ്രീ ബേഡ് ആയെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ, അനുപമ ഇത്ര ബോൾഡായിട്ട് സംസാരിക്കുമെന്ന് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇന്നലത്തെ ആ ഒരു ഇന്റർവ്യൂ കൂടെ രാത്രി ഇരുന്നാൽ മൊത്തം കണ്ടപ്പം ആഹാ, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല പുള്ളിക്കാരി. പക്കയായിട്ടാണ് ഓരോരോ കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പേര് പറയാതെ പറഞ്ഞത്. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് വീഡിയോസുകളും അതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ വേണ്ട ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് ഏകദേശം, എനിക്ക് ഈ ഒരു വീഡിയോ നേരത്തെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തോ സംതിങ് റോങ്. അങ്ങനെ റോങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച വേറെ എന്നുള്ള റിലേഷൻഷിപ്പിലാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുക ചെയ്തത്. അത് നേരത്തെയും അതൊരു നമ്മളിവിടെ മലയാളികൾ ചർച്ച ചെയ്തില്ലെങ്കിലും അവിടെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഒരു 3-4-5 ദിവസം മുമ്പ് അവിടെ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇതിൻ്റെ ഡിസ്കഷൻ ബ്രേക്കപ്പിനെ കുറിച്ച് അവിടുത്തെ ചർച്ചകൾ മൊത്തം അതായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരെവിടെയെങ്കിലും ഓഫീഷ്യലി പറഞ്ഞിട്ടുണ്ടോ അവരുടെ റിലേഷൻഷിപ്പിലാണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും ആൾക്കാർ. അറിയാൻ കഴിഞ്ഞൊരു വിവരം എന്ന് വെച്ചാൽ അത് 100% കറക്റ്റായിട്ടുള്ള ഇത് തന്നെയാണ്. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നാണ് മെയിനായിട്ട് ഇത് തുടങ്ങി വെച്ചത്. അതായത് പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിനി സമാധാനത്തോടെ പോകാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതി നടക്കാം, അതൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. It's my social media. I decide what to post. I was not venting it out. I was just talking about a transition of a woman, and I feel proud that I did that. Isn't it blaming the other side? What do you know about me? What do you know about my life? So it's okay. It's our Instagram. We post whatever we like. That's it. That's എൻ്റെ ജീവിതം എനിക്കല്ലേ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് വല്ലതും അറിയാമോ? അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും എന്നുള്ള രീതി പുള്ളി നല്ല ബോൾഡായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണിത്. അവർ കുത്തി ചോദിച്ചെന്ന് വെച്ചാൽ ധ്രുവിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവർ ചോദിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവസാനം പുള്ളിക്കാർ കൊടുത്തൊരു മറുപടിയാണ്, അതാണ് പിന്നെ ചർച്ചാ വിഷയമായത്. പിന്നെ ഇവർ തമ്മിൽ റിലേഷൻ ആയിരിക്കുന്ന സമയത്ത് എന്തോ വാക്കുതർക്കവും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഇവിടെ ചെരിപ്പൂരി അവൻ്റെ കർണത്തടിച്ചെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അനുപമയ്ക്ക് 30 വയസ്സും അപ്പം അതിന് 28 വയസ്സും കണ്ട. അപ്പോൾ ഈ ചെരിപ്പൂരി അടിച്ചതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഇവിടെ അല്ല, അങ്ങ് പുറത്ത്. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ആ ഒരു സംഭവം സത്യമാണെന്ന് അറിഞ്ഞ് നോക്കിയപ്പോൾ വേണ്ട ഒരു വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അനുപമ ധ്രുവ് പ്രണയ തകർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ വെച്ച് അനുപമയും ധ്രുവും തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടായെന്നും അനുപമ ധ്രുവിനെ ചെരിപ്പൂരി അടിച്ചെന്നുമാണ് പുതിയ റിപ്പോർട്ട്.
സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് മിഡ്ഡേയാണ്. കഴിഞ്ഞ 3 വർഷമായി ധ്രുവും അനുപമയും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്തിടെ ചെന്നൈയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ധ്രുവും അനുപമയും തമ്മിൽ തർക്കമുണ്ടായി. ധ്രുവിന്റെ പെരുമാറ്റത്തെ അനുപമ ചോദ്യം ചെയ്തതാണ് തർക്കത്തിന്റെ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നാലെ അനുപമ ചെരിപ്പൂരി ധ്രുവിനെ അടിക്കുകയും ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തതായും തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാക്കുതർക്കത്തിന് പിന്നാലെ അനുപമ ഹോട്ടലിൽ നിന്നും ഇറങ്ങിപ്പോയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളുടെ ആധികാരികത ഉറപ്പുവരുത്താനായിട്ടില്ല. വാർത്തകളോട് ധ്രുവും അനുപമയും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പ്രണയ വാർത്തകളോടും ഇരുവരും നാളിതുവരെ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രചരിക്കുന്ന കിംവദന്തികളിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷെ അവിടെ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അനുഭവം ഓപ്പൺ മൈൻഡ് ആണ്, എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറും കൂടാണ് പുള്ളി. പല ആൾക്കാരുടെ അടുത്തും അത് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുകയും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും അടുത്തൊരു എന്താ പറയണ്ടേ, അങ്ങ് തമിഴ്നാട്ടിലും ഈ പറയുന്ന കർണാടക തെലുങ്കാനയിലൊക്കെ ഭയങ്കര ഒരു സംഭവം അവർ. കാരണം നമ്മൾ കരുതുന്ന പോലെയല്ല, അനുഭവിക്ക് ഒടുക്കത്തെ ഫാൻസാണ്. പ്രത്യേകിച്ച് ഞാൻ ഷിപ്പിൽ പോയ സമയത്തൊക്കെ അവിടുത്തെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ തമിഴന്മാരൊക്കെ അനുപമയുടെ കാര്യം പറയാനുള്ള നിയമം. ഞാൻ ആലോചിച്ച് നമ്മൾ പ്രേമത്തിൽ കണ്ടതാണ്, നമ്മൾ വലിയ വാല്യൂ ഒന്നും നമ്മൾ കൊടുക്കാറില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അവർക്കെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വലിയൊരു സംഭവമാണ്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടോ I feel really happy and proud of Dhruv. நான் இந்த ஃபிலிம்ல நான் ஜாயின் ஆகிறதுக்கு ரொம்ப முன்னாடியே like he started working for this film and ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ ഇന്റർവ്യൂ ആണ് അതിനേക്കാളും വലിയ ചർച്ചാ വിഷയമായത്. ഓക്കെ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പം അതിനെക്കുറിച്ചൊരു പോസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ കാണാനായിട്ടുണ്ട്. ഞാൻ അതൊന്ന് വെച്ച് തരാം. அனுபமா துருவிக்ரம அன்ஃபாலோ பண்ணிட்டாங்க. அப்ப இவங்க ரெண்டு பேத்துக்கும் பிரேக்கப் ஆயிடுச்சா? இதுதான் இன்னைக்கு சோஷியல் மீடியா ஃபுல்லா பேசிக்கிட்டு இருக்க விஷயம். அதுவும் அனுபமா ரீசெண்டா நிறைய போட்டோஸ் ஷேர் பண்ணி இனிமே போஸ்ட் போட யாரோட பெர்மிஷனும் தேவையில்ல, சாங் சூஸ் பண்ண யாரும் வேணாம், கேப்ஷன் போடவும் யாரும் வேணாம். இப்போ போஸ்ட் போடுறதே ரொம்ப ஹாப்பியா இருக்குன்னு சொல்லி ஒரு கேப்ஷன் போட்டு போஸ்ட் பண்ணிருக்காங்க. இந்த கேப்ஷனை பார்த்த ஃபேன்ஸ் இது டைரக்டா துருவிக்ரம மென்ஷன் பண்றதா சொல்லிருக்காங்க. அது மட்டும் இல்ல, இன்ஸ்டாகிராம்லயும் அனுபமா துருவிக்ரம அன்ஃபாலோ பண்ணிட்டு தான் சொல்லப்படுது. இதையும் ப்ரூஃபா வச்சு சோஷியல் மீடியால பெரிய டிஸ்கஷன் போயிட்டு இருக்கு. இதுல முக்கியமான விஷயம், அனுபமா துருவிக்ரம் இவங்க ரெண்டு பேருமே இவங்களோட ரிலேஷன்ஷிப்பை கன்ஃபார்ம் பண்ணல, இவங்களோட பிரேக்கப்பையும் கன்ஃபார்ம் பண்ணல. உங்களுக்கு என்ன தோணுது, இது பிரேக்கப்பா இல்ல ஜஸ்ட் ரூமரா? ഓക്കെ, ഇതാണ് വരുവൊക്കെ ചെയ്യുന്നത്. കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെവിടെയും പോസ്റ്റ് ഇട്ടിട്ടില്ല, എവിടെയും റിലേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. കുറേ ആൾക്കാർ അത് പറയാതെ കുറേ ആൾക്കാർക്ക് അതൊക്കെ അറിയാം. പക്ഷേ അത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വകുപ്പ് വേറെയാവും, അതുകൊണ്ട് മിണ്ടുന്നില്ല. പക്ഷേ മെയിനായിട്ട് കണ്ടേ ഇതുപോലുള്ള യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ஒரு பொண்ணு வந்து மனசை கொடுத்துட்டான்னு ரொம்ப டீப்பாக லவ் பண்ணும். அனுபவம் விஷயம் ரொம்ப டீப் லவ் பண்ணாங்க துருவிக்ரம் இல்லையா? பட் அப்படி ஒரு சூழல் இருக்கும்போது அவரு பிளே மாதிரி சுற்றி இருக்கிற பையனை போயிட்டு லவ் பண்ணிட்டு அப்படி இருக்கும். செட் ஆகல, நிறைய கேள்விகள். யாரு போட்டோஸ் போடுறேன், யாரு கூட பேசுறேன், எதுக்கு நான் என்கிட்ட கேட்டு போகணும். கல்யாணமே ஆகல, லவ் பண்ணிட்டு இருக்கும் போதே இவ்வளவு டார்ச்சர் வருது அப்படின்னா யோசிச்சு பாக்குறாங்க. இதுக்கு மேல லவ் நல்ல முடிவு எடுத்திருக்காங்க பாருங்க, அதை அப்ரிஷியேட் பண்ணலாம். அனுபவம் கண்டிப்பா. இப்படி இருக்கும்போது இவ்வளவு டென்ஷன் டார்ச்சர் பண்றாங்க. இவனை கல்யாணம் பண்ணிட்டு போனோம்னா வாழ்க்கை பூரா நரகம் ஆயிடும். அவன் சொர்க்கத்தை பார்க்க நரகத்தை தான் பார்க்க முடியும். முடிவு பண்ணாங்க, வழி இல்ல. துருவிக்ரம் ஒரு பெரிய பிரச்சனை வருது. டபால் டிப்பின் கணத்துல 2 അടിയെ വിട്ടാ പറ്റി പുറത്തോട്ടാണ്. ഓക്കെ, അപ്പം പുള്ളിക്കാരി പോസ്റ്റ് ഇടുമ്പോഴും ഓരോ കാര്യത്തിനൊക്കെ ഇവൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിതൊന്നുമല്ല പറയാൻ വന്നത്. ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവി പ്രൊമോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞവനാണ് ഇവൻ. ആ ഒരു പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, അനുപമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയും. അതൊരു 100-150 കോടിയോളം പോയിട്ടുണ്ടായിരുന്നു. പ്രദീപിൻ്റെ പടമായിരുന്നു, നല്ല അടിപൊളി ഒരു മൂവിയും കൂടെ ആയിരുന്നു ഡ്രാഗൺ. ആ പടത്തിനകത്ത് ഈ പറയുന്ന അനുപമ ടീച്ചറായിട്ടായിരുന്നു. ആ ഒരു മൂവി പോലും പ്രൊമോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആദ്യമൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു, പിന്നെ അങ്ങോട്ട് മാറി പുള്ളിയുടെ ക്യാരക്ടർ ഒരു ടോക്സിക് എന്ന രീതിയിൽ തന്നെ. അപ്പം ഞാനൊരു കാര്യം പറയാം. ഓക്കെ, റിലേഷൻഷിപ്പാണ്. ഈ ഒരു വീഡിയോ കാണുമ്പം എല്ലാവരും എന്താ പറയണ്ടേ, പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്, നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ഒരു ലൈഫിലൊരു ടോക്സിക് പേഴ്സൺ ആണെന്നാണ് പണ്ടുള്ള ആരോ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത് ഭയങ്കര കോമഡിയാണ്. അത് ഞാനിവിടെ പറയുന്നില്ല, പെട്ടെന്ന് ഓർത്തു പോയത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ വീഡിയോ ചെയ്യുമ്പോൾ തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എടുത്തിടുകയൊന്നും ചെയ്യരുത്. അല്ലേ, അനുപമ ഉള്ള പോസ്റ്റിലൊക്കെ എല്ലാ പോസ്റ്റിലും ചെന്നിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലും ഓരോത്തിൻ്റെ ആണെങ്കിലും പോലും അനുപമയുടെ പോസ്റ്റുകൾ ധ്രുവിനെ ടോക്സിക്കായി ചിത്രീകരിക്കുമെന്ന വിമർശനം ഉയരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ്. ഏത് പോസ്റ്റിനാണെങ്കിലും അതിൻ്റെ താഴെ പോയി പുള്ളിക്കാർ പോയി കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് സത്യത്തിൽ. ഓക്കെ, ഇനി ഇന്റർവ്യൂലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. Good days, bad days. Very funny kind of explanation, but for people who don't know about narcissistic abuse, imagine having Onion in your life. Like one day he's Remo. Like I love it. You feel like, how lucky am I to get a person like this in my life? Is this even reality? It's like a dream, not a feeling. Next day, you see Onion. Ettum brutal nu parnayna, even if that person is saying someone else stabbing you and killing you, they would not even just turn their head. That kind of extreme. And there is a next day where the person is humble, apologizing,
begging you, pleading you, promising you that they'll never repeat this again, crying like a baby. And then again the love bombing. The same cycle goes on and on and on and on. And think about നമുക്ക് extreme pain തരുന്ന ആൾ തന്നെയാണ് നമ്മുടെ relief at that point. And it is like having ഈ drug usage ഒക്കെ പോലെ അതുപോലെ. You think initially you start with love, but then they want you to make them your priority. When you prioritize them, this becomes more of an attachment, and then it becomes an addiction. So while I'm sitting here, I'm not saying I was in a very unconditional love scenario. This becomes an addiction. ഓക്കെ, നമ്മുടെ വിക്രമിൻ്റെ മോനെ കുറിച്ചാണ് പറയുന്നത്. ഇവർ റിലേഷൻഷിപ്പ് ആയതിൻ്റെ 3-ാമത്തെ മാസം നിശ്ചയം നടത്താനൊക്കെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞുള്ളൂ ധ്രുവ് വിക്രം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുകയോ ചെയ്യുന്നുള്ളൂ. ഇവർ ഒഫീഷ്യൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഞാനീ പറയുന്നത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഗേൾസ് ഒരുപാട് ഫാൻസാണ് ആ പയ്യന്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് വന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇത് വന്ന് പറയുന്നത് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യും. ഓക്കെ, ആൾക്കാരെന്ത് വേണമെങ്കിലും പറയട്ടെ, I don't care. Person I've stayed in that flow and very silent that you don't even understand you are there. By that time you're deeply in love because families are talking and like that person I've stayed in their family and the person is staying in your family. It's all serious at this point right now. So you are already fixed in mentally that this is your person and this is the person you're gonna spend your life with. That's when the real character comes out. Things become way more tighter. The control become more direct. Like, why did I not promote a movie Dragon? That was one of the most successful film in my career. You will have to let go of so many projects you do. You will know. അതായത് ജോലിയിൽ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് വന്നു തുടങ്ങി, which was completely under your control. ജോലിയിൽ മാത്രമല്ല, everything when I say ഫാമിലി ഒക്കെ കട്ട് ഓഫ് ആയോ? ഞാൻ പറഞ്ഞില്ലേ, this is not direct cut off. It is like very indirect. നമ്മളെ കൊണ്ട് നമ്മുടെ ചിലവുകൾ മുറിപ്പിക്കും. See, the thing is at one point you know there is something not right about the relationship where നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് അയാളെ കുറിച്ച് ഫാമിലിക്ക് നല്ല ഒപ്പീനിയൻ ആണെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. So we don't open up about this person and what harm this person is causing you, അല്ലെങ്കിൽ how this person is stopping you from doing certain things. So you protect. അങ്ങനൊരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം വലിയ ഫെയിം, നല്ല ഫാമിലി, നല്ല സെറ്റപ്പ് ഒന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. സമാധാനമാണ് ലൈഫിൽ വേണ്ടത്. പിന്നെ ചില ആൾക്കാരൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ നോക്കും, താഴ്ന്നു കൊടുക്കാൻ നോക്കും, അവരുടെ ഭാഗത്തെ തെറ്റുകൾ ക്ഷമിച്ച് പോരെ മുന്നിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ എന്താ പറയണ്ടേ, അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതൊരു നമുക്ക് കഴിവുകേടാന്നേ വിചാരിക്കത്തുള്ളൂ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും. ഓക്കെ, എന്തായാലും നല്ലൊരു ഡിസിഷൻ മാത്രം. ഞാനീയൊരു ഇൻ്റർവ്യൂവും മറ്റേ പറഞ്ഞില്ല, ഒരു തെലുങ്ക് മൂവിയുടെ ഒരു ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഷോക്കായി പോയി. അത് അനുഭവം തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, പുള്ളി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ലൈഫല്ലേ, ഒരുപാട് കിടപ്പുണ്ട്. സമയമൊന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ, ഇനി ഒരുപാട് കിടപ്പുണ്ട്. ആദ്യം കരിയറൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കുക. സെറ്റാണ് ഓൾറെഡി. ഇതുപോലുള്ള അടുത്തൊന്നും പോയി ചാടാതിരിക്കുക, അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന സംഭവമൊക്കെ ചെയ്യാം. പിന്നെ റിലേഷൻഷിപ്പിലാണെന്ന് ചോദിച്ചാൽ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബൈ, ലവ് യു ഗൈസ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് ഇൻ്റർവ്യൂ ഒന്ന് പോയി കാണുമ്പം ഇപ്പോഴത്തെ ഗേൾസിനൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഒന്ന് പോയി കണ്ടോ, സെറ്റ്.